എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 12 ശ്ലോകം 7, 8, 9, 10, 11, 12, 13, 14, 15 9 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ഈ 9 ശ്ലോകങ്ങളോട് കൂടിയിട്ട് ഈ 12ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. അകുശന്റെ വംശത്തിനെ വിസ്തരിച്ച് വീണ്ടും പറയുന്നു. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 7. തസ്മാൽ പ്രസുശ്രുതസ്തസ്യ സന്ധിസ്തസ്യാപ്യമർഷണ മഹസ്വാൻ തത്സുതസ്മാൽ വിശ്വസാഹോ അന്വജായത. മരുവിന്റെ പുത്രൻ പ്രസുശ്രുതൻ, അദ്ദേഹത്തിന്റെ പുത്രൻ സന്ധി, അദ്ദേഹത്തിന്റെ പുത്രൻ അമർഷണൻ, അദ്ദേഹത്തിന്റെ പുത്രൻ മഹസ്വാൻ, മഹസ്വാന്റെ പുത്രൻ വിശ്വസാഹ്വൻ. തതപ്രസേനജിൽ തസ്മാൽ തക്ഷകോ ഭവിതാ പുനഃ തതോ ബൃഹദ്ബലോ യസ്തു പിത്രാദേ സ്മരേഹത ഏതേഹി ഇക്ഷ്വാകുഭൂപാല അതീതാ ശൃണ്വനാഗതാൻ. വിശ്വസാഹ്വന്റെ പുത്രൻ പ്രസേനജിത്ത്, അദ്ദേഹത്തിന്റെ പുത്രൻ തക്ഷകൻ, തക്ഷകന്റെ പുത്രൻ ബൃഹദ്ബലൻ. ആ ബൃഹദ്ബലനെ അങ്ങയുടെ പിതാവായ അഭിമന്യു യുദ്ധത്തിൽ വധിച്ചു എന്ന് പറയുന്നു ശ്രീ ശുകബ്രഹ്മർഷി പരീക്ഷിത്ത് മഹാരാജാവിനോട്. ഇവരെല്ലാവരും ഇക്ഷ്വാകു വംശത്തിൽ ജനിച്ച രാജാക്കന്മാരാണ്. ഇനി ജനിക്കാൻ പോകുന്നവരെ പറ്റിയിട്ടും ഞാൻ പറയാം, കേട്ടോളൂ എന്ന് പറയുന്നു. ബൃഹദ്ബലസ്യ ഭവിതാ പുത്രോ നാമ ബൃഹദ്രണ ഉരുക്രിയസ്തദസ്തസ്യ വത്സവൃദ്ധോ ഭവിഷ്യതി. ബൃഹദ്ബലന് ബൃഹദ്രണൻ എന്നുപേരായ ഒരു പുത്രൻ ഉണ്ടാകും. അദ്ദേഹത്തിന് ഉരുക്രിയൻ എന്ന പുത്രനും അദ്ദേഹത്തിന് വത്സവൃദ്ധൻ എന്നുപേരായ പുത്രനും ഉണ്ടാകും. പൃഥിവ്യോമസ്തോ ഭാനുർദിവാഗോ വാഹിനീവതി സഹദേവസ്തോ വീരോ ബൃഹദശോധ ഭാനുമാൻ. വാഹിനീപതി എന്ന് പറഞ്ഞാൽ സേനാനായകൻ. വത്സവൃദ്ധന്റെ പുത്രൻ പൃഥിവ്യോമൻ, അദ്ദേഹത്തിന്റെ പുത്രൻ ഭാനു, അദ്ദേഹത്തിന്റെ പുത്രൻ ദിവാകരൻ, അദ്ദേഹം ദേവസേനാപതിയായിട്ട് ഭവിക്കും. അദ്ദേഹത്തിൽ നിന്ന് സഹദേവൻ എന്നൊരു പുത്രനുണ്ടാവും. അദ്ദേഹത്തിന്റെ പുത്രനായി ബൃഹദശ്വൻ ഉണ്ടാകും. ആ ബൃഹദശ്വൻ വളരെ വീരവാനാവും. ബൃഹദശ്വനിൽ നിന്ന് ഭാനുമാൻ ഉണ്ടാകും. പ്രതീകാശ്വോ ഭാനുമത സുപ്രതീകോധ തൽസുത ഭവിതാ മരുദേവോധ സുനക്ഷത്രോധ പുഷ്കര. ഭാനുമാന്റെ പുത്രൻ പ്രതീകാശ്വൻ, അദ്ദേഹത്തിന്റെ പുത്രൻ സുപ്രതീകൻ, സുപ്രതീകന്റെ പുത്രൻ മരുദേവൻ, അദ്ദേഹത്തിന്റെ പുത്രൻ സുനക്ഷത്രൻ, അദ്ദേഹത്തിന്റെ പുത്രൻ പുഷ്കരൻ. തസ്യാന്തരീക്ഷ തൽപുത്ര സുതവാസ്തദാമിത്രജിത് ബൃഹദ്രാജസ്തു തസ്യാവി ബർഹിസ്തസ്മാൽ കൃതഞ്ജയ. പുഷ്കരന്റെ പുത്രൻ അന്തരിക്ഷൻ, അദ്ദേഹത്തിന്റെ പുത്രൻ സുതപസ്, അദ്ദേഹത്തിന്റെ പുത്രൻ അമിത്രജിത്, അദ്ദേഹത്തിന്റെ പുത്രൻ ബൃഹദ്രാജൻ, അദ്ദേഹത്തിന്റെ പുത്രൻ ബർഹിസ്, അദ്ദേഹത്തിന്റെ പുത്രൻ കൃതഞ്ജയൻ. രണഞ്ജയസ്തസ്യ സുത സഞ്ജയോ ഭവിതാ തഥാ തസ്മാച്ഛാഖ്യോധ ശുദ്ധോദ ലാംഗല തൽസുത സ്മൃത. കൃതഞ്ജയപുത്രൻ രണഞ്ജയൻ, അദ്ദേഹത്തിന്റെ പുത്രൻ സഞ്ജയൻ, അദ്ദേഹത്തിന്റെ പുത്രൻ ശാക്യൻ, ശാക്യന്റെ പുത്രൻ ശുദ്ധോദൻ, ശുദ്ധോദന്റെ പുത്രൻ ലാംഗലൻ. തതപ്രസേനജിൽ തസ്മാൽ ക്ഷുദ്രകോ ഭവിതാ തഥാ രുണകോ ഭവിതാ തസ്മാൽ സുരഥസ്തനയസ്തഥാ. ലാംഗലപുത്രൻ പ്രസേനജിത്ത്, അദ്ദേഹത്തിന്റെ പുത്രൻ ക്ഷുദ്രകൻ, അദ്ദേഹത്തിന്റെ പുത്രൻ രുണകൻ, അദ്ദേഹത്തിന്റെ പുത്രൻ സുരഥൻ. സുമിത്രോ നാമനിഷ്ഠാന്ത ഏതേ ബാർഹൽബലാന്വയാ ഇക്ഷ്വാകൂണാമയം വംശ സുമിത്രാന്തോ ഭവിഷ്യതി യതസ്തം പ്രാപ്യ രാജാനം സംസ്ഥാം പ്രാപ്സ്യതി വൈ കലൗ. സുരഥന്റെ പുത്രൻ സുമിത്രൻ, അദ്ദേഹം വംശാവധിഭൂതനാകുന്നു. ഭാവിയിൽ ജനിക്കാൻ പോകുന്നവരുടെ പേര്
ആ ബൃഹത്ബല ഗോത്രത്തില് ജനിക്കാനുള്ളവരാണ് ഇവരൊക്കെ. അങ്ങനെ ഇക്ഷ്വാകുക്കളുടെ ഈ വംശം സുമിത്രൻ വരെ നിൽക്കും. പിന്നെ കലിയുഗത്തില് ഇവരെല്ലാവരും ആ വംശവിച്ഛേദം വന്ന് നശിക്കും എന്ന് പറയുന്നു. ഇത് ശ്രീമൽ ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം നവമസ്കന്ധേ ഇക്ഷ്വാകുവംശവർണ്ണനം നാമ ദ്വാദശോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഈ 12ാമത്തെ അധ്യായം ശ്രീഹരിയുടെ ശ്രീപാദങ്ങളിലെ സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.